ഹായ്, എസ് വി ഉള്ളയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഡൽഹി മദ്യനയ അഴിമതി കേസ് അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം 6ഓളം ആം ആദ്മി പാർട്ടി നേതാക്കന്മാർക്കെതിരെ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുമില്ലെന്ന് കോടതി വിധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ തിരക്കഥയിൽ BJPയും കൂടി ചേർന്ന് നടപ്പാക്കിയ ഒരു സിനിമാറ്റിക് നാടകം തകർന്നടിയുകയാണ്. ഡൽഹി എന്നൊരു സ്റ്റേറ്റ് പിടിക്കാൻ വേണ്ടി ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണത്തിൽ CBI അന്വേഷണം ആരംഭിക്കുന്നത്. മനീഷ് സിസോദിയ എന്ന ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയെ 2 വർഷത്തോളം ജയിലിലടച്ചു. 6 മാസത്തോളം അരവിന്ദ് കെജ്രിവാൾ എന്ന ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ വീട്ടിൽ കയറി വലിച്ചിഴച്ചു കൊണ്ടുപോയി CBI അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് എന്തിനാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടോ? ഈ രാജ്യത്ത് BJP അല്ലാതെ ഇതര സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കേസിൽ എങ്ങനെയാണ് അട്ടിമറി നടത്തുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ പകപോക്കലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാട് അറിയാനുണ്ട്. കാര്യം ഡൽഹിയിൽ BJPയെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് ആം ആദ്മിക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് രംഗത്ത് വന്നു. കോൺഗ്രസ് കൊടുത്ത കേസിൽ ഇവർ വേട്ടയാടപ്പെട്ടപ്പോൾ നിരപരാധിയായിട്ടുള്ളവർ, അതായത് വിശാല അർത്ഥത്തിലെടുത്ത ഒരു മദ്യനയ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട അഴിമതിയാണെന്നൊരു ആക്ഷേപം ഉന്നയിക്കുക, ആക്ഷേപത്തിൻ്റെ പേരിൽ CBIയെ കൊണ്ടുവന്നിട്ട് അത് ഓൺ ചെയ്ത് ഇല്ലാത്ത കഥകൾ സൃഷ്ടിച്ച് മാധ്യമ വാർത്ത കൊടുത്ത് രാജ്യത്ത് തന്നെ ആം ആദ്മി എന്ന് സംഘപരിവാറിനെതിരെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ നാടകമാണെന്നും BJPയുടെ വളർച്ചയ്ക്ക് ഡൽഹി ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും വലിയ ശക്തമായ ബദലുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നേതാക്കന്മാരെ അഴിമതിക്കാരാക്കാൻ വേണ്ടി ചെയ്ത ആ പ്രവർത്തനം കോടതിയുടെ മുന്നിൽ വരുമ്പോൾ തകർന്നു വീഴുകയാണ്. ഈ രാജ്യത്തിന് മുന്നിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയണ്ടേ? മുഖ്യമന്ത്രിമാരെ അഴിമതി ചാപ്പ് കുത്തുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അതിന് പിന്നിൽ ഇതുവരെ കോടതികളിൽ ചെന്നിട്ട് ഒന്നും നിലനിൽക്കാതെ പോകുന്നത് ആക്ഷേപങ്ങളാണ്. വ്യക്തികളെ കേന്ദ്രീകരിച്ച അഴിമതി ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ഇവർ സൃഷ്ടിച്ചെടുക്കുന്നു. അതിന് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും അതിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നെറുകെട്ട രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഒരു തകർച്ചയാണ് ഈ കാണുന്നത്. ഇതിൽ വലിയ വില കൊടുക്കേണ്ടി വന്ന ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. നീതി നിഷേധപ്പെട്ട അല്ലെങ്കിൽ സത്യം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ വകഞ്ഞു മുറുക്കിക്കൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അഴിമതിക്കാരനാക്കി. എന്തൊരു നെറുകേടാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതിന് BJPക്ക് ഇത്രയും വലിയ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സുകാർ കൊടുത്ത പരാതി BJP ടേക്കപ്പ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതര പ്രസ്ഥാനങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ വലിയേട്ടനും മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ രാജ്യത്ത് കോൺഗ്രസ് സംഘപരിവാറിനെ എങ്ങനെയൊക്കെയാണ് വളർത്തുന്നത് എന്നതിൻ്റെ തെളിവും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് ആണ് BJPക്ക് എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഡൽഹി എന്ന് പറയേണ്ടി വരികയാണ്. ഈ വിഷയത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ കൂടി കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കേണ്ടതാണ്. കോൺഗ്രസ് എങ്ങനെയാണ് രാജ്യത്ത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി BJPക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു, അതിൻ്റെ ഇരയായി അരവിന്ദ് കെജ്രിവാൾ മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിധി തെളിയിക്കുന്നു എന്ന് നിസ്സംശയം പറയാം.